ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാ കൂട്ടുകാർക്കും അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബ്ലെസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള റാന്നി ടൗണിനടുത്ത് ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഫോൺ എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് വിളിച്ച് നിങ്ങളുടെ വിവരം നമ്മൾ ചോദിക്കുന്നതാണ്. നമ്മളിത് ആ പ്രോപ്പർട്ടിന് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 10 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഒരു അടിപൊളി വീടാണ്. വീടിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. 10 സെൻറ്റിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഇടതുവശത്ത് ഭാഗത്തുനിന്ന്, നമ്മളിപ്പോൾ ഈ ഫേസ് ചെയ്യുന്നതിൻ്റെ ഇടതുവശത്ത് ഭാഗത്തുനിന്ന് നമുക്ക് കൂടുതൽ സ്ഥലം 7-8 സ്ഥലങ്ങൾ നമുക്ക് അധികമായിട്ട് ലഭിക്കുന്നതാണ്. അതിൻ്റെ പൈസ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് 10 സെൻറ്റിനകത്തുള്ള ആ വീടിൻ്റെ ആ പ്രോപ്പർട്ടിയുടെയാണ്. 2 കിലോമീറ്റർ മാത്രമാണ് റാന്നി ടൗണിലോട്ടുള്ള ദൂരം. അതുപോലെ സെൻറ്റ് തോമസ് കോളേജൊക്കെ ഈ ഒരു 2 കിലോമീറ്റർ പരിധിയിൽ നിൽക്കുന്നു. കാർ പോർച്ച് കണ്ടല്ലോ, വീടിൻ്റെ സൈഡിലത്തെ ആ ഒരു വ്യൂ ഒക്കെയാണ്. നല്ല പില്ലറൊക്കെ നൽകി മനോഹരമാക്കിയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ധാരാളം മുറ്റമൊക്കെ വിരിച്ച മുറ്റമാണ്. ധാരാളം മുറ്റം നമുക്ക് വീടിനുണ്ട്. നമ്മുടെ ഒരു അടുക്കള വശത്തേക്ക് വരാം. വീടിൻ്റെ അടുക്കള വശം എന്ന് പറയുന്നതാണ് ഇത്. 18 കിലോമീറ്റർ മാത്രമാണ് പത്തനംതിട്ട ടൗണിലോട്ടുള്ള ദൂരം. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ലാതെയാണ് ടൗണുകളൊക്കെ എല്ലാം അടുത്തടുത്ത് തന്നെയുണ്ട്. ഓക്കെ, നമ്മൾ അടുക്കളയുടെ ഭാഗത്തു നിന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ താഴെയായിട്ടാണ് കിണർ. ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് നമുക്ക് ഇതിലിപ്പോൾ നിലവിലുള്ളത്. അടുത്തുള്ള ആൾക്കാരുമൊക്കെ വന്ന് വെള്ളം യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ നമ്മുടെ ആ ഏരിയ എന്ന് പറയുന്ന ആ കിണറിൻ്റെ ഇപ്പുറം തൊട്ട് ആ ബായിക്ക് അങ്ങേയറ്റം നിൽക്കുന്ന ആ ഒരു ബോർഡർ വരെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഉള്ളത്. ഞാൻ പറയുന്നത് 10 സെൻറ്റ് സ്ഥലമാണ്. കിണറിൻ്റെ താഴ്ചയൊക്കെ ഒന്ന് കാണാം. നല്ല വെട്ടുകല്ല് ഉള്ള സ്ഥലമാണ്. മണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ വീടിൻ്റെ ആ ഒരു താഴത്തെ ലെവലിലാണ് നമ്മുടെ ആ ഒരു കിണർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് പോകാം. വീടിൻ്റെ ആ കാർ പോർച്ച് കണ്ടത് വളരെ മനോഹരമായി തന്നെ ടൈലുകളൊക്കെ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന കാർ പോർച്ചും അതുപോലെ തന്നെ മുറ്റമൊക്കെ വിരിച്ച് എല്ലാം നല്ല മനോഹരമാക്കിയിട്ട് തന്നെയുണ്ട്. ചെടികളും മരങ്ങളും ഒക്കെ നമ്മുടെ ഈ തെങ്ങും തൈകളും എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു തേക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കാണാൻ കഴിയും. നമുക്കിനിയിപ്പം ഏരിയ കാണുമെന്ന് കരുതുന്നു. വീടിൻ്റെ മുൻവശമൊക്കെ കണ്ടല്ലോ, വളരെ നല്ല മനോഹരമായ പെയിൻറ്റുകളൊക്കെ അടിച്ച് നല്ല രീതിയിൽ കാത്തുസൂക്ഷിച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണ്. നമുക്ക് മുമ്പിലത്തെ ആ ഒരു സ്റ്റെപ്പ് കടന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. ഫ്രണ്ട് വാതിലുകളും ജനലുകളും എല്ലാം തന്നെ തേക്കിൻ തടിയിൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന മെയിൻ ഡോറുകളും ഒക്കെയാണ്. ഡബിൾ പാളി ഡോറാണ് വീടിന് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പം തന്നെ അതിവിശാലമായ ഒരു ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയ എന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കേസും അതുപോലെ തന്നെ ബെഡ്റൂമിലേക്കുള്ള സ്പേസും ലിവിങ് ഏരിയ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും ജനലും അതുപോലെ തന്നെ വാതിലും ഒക്കെ ഉള്ളതുകൊണ്ട് ധാരാളം വെളിച്ചം പകൽ സമയത്ത് ലൈറ്റൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീടിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഡൈനിങ് ഏരിയയിലും നമുക്ക് നല്ല വെളിച്ചം നമുക്ക് പകൽ സമയത്ത് ലഭിക്കുന്നുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് അതുപോലെ ലിവിങ്ങിനോടും ചേർന്നാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. വളരെ മനോഹരമായി തന്നെ ആ ഒരു പോർഷൻ അവർ കാത്തുവച്ചിട്ടുണ്ട്.
നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം. നല്ല ഡോറുകൾ, വുഡൻ ഡോറുകളും അതുപോലെ തന്നെ ഹോട്ടൽ അക്കോമഡേഷൻ പോലെ തോന്നിക്കുന്ന വിധത്തിലുള്ള നല്ല രീതിയിൽ പുട്ടിയൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ബാത്റൂമാണ്. വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മനോഹരമായ പെയിൻറ്റുകളൊക്കെ അടിച്ച് AC-യുടെ ഫിറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനാണെങ്കിലും ടൈലുകളെല്ലാം നൽകി ഗുണമേന്മയുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ച് എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാവുന്നതാണ്. അവിടെ കയറി വരുമ്പം തന്നെ ഒരു ബാത്റൂം, അത് കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അറ്റാച്ച്ഡായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ പണികൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായ ടൈൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ആ ബാത്റൂമിൽ ഒരു ഭംഗി എടുത്തറിയിക്കേണ്ടതാണ്. ഇവിടെയും ജനാലകൾ രണ്ട് സൈഡിലും വരുന്നതുകൊണ്ട് ആ ഒരു റൂമിലും ധാരാളം വെളിച്ചം നമുക്ക് പകൽ സമയത്ത് ലഭിക്കുന്നുണ്ട്. നമുക്ക് കിച്ചൻ്റെ ആ ഭാഗത്തേക്ക് വരാം. നല്ല ഡിസൈൻ ഡോറോട് കൂടിയ ഒരു നല്ല ഒരു ഡോറാണ് നമുക്ക് കിച്ചണ് നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ എല്ലാ വർക്കുകളും, കബോർഡ് വർക്കുകളും നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നല്ല താഴത്തെയും മുകളത്തെയും എല്ലാം കബോർഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. നമുക്ക് രണ്ടാമത്തെ അടുക്കളയിലേക്ക് പോകാം. ഇവിടുത്തെ ഫ്ലോറിങ് നല്ല വുഡൻ ഫിനിഷോട് കൂടിയ ടൈലുകളൊക്കെ നൽകി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ പാത്രം കഴുകുന്ന ആ ഭാഗത്ത് താഴെ കബോർഡ്, അതുപോലെ തന്നെ അടുപ്പിൻ്റെ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഫിറ്റിങ്ങാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ താഴെയും കബോർഡ് വർക്കുകളെല്ലാം ഫിനിഷാക്കിയിട്ടുണ്ട്. അടുക്കളയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ ബാൽക്കണി കയറി നമ്മുടെ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലേക്ക് പോകാം. ഇവിടെയൊക്കെ ധാരാളം വെളിച്ചം വരുന്നൊരു ഏരിയ തന്നെയാണ്. ഇവിടെയും ഒരു ഷോ വോളും അതുപോലെ തന്നെ ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. ധാരാളം വെളിച്ചം നൽകുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും. മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. മൊത്തം 3 ബെഡ്റൂം. നാലാമത്തെ ബെഡ്റൂമുള്ള ഓപ്ഷനുണ്ട്. മേടിക്കുന്നവർക്ക് നാലാമതൊരു ബെഡ്റൂം കൂടി ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. ഇവിടെ നല്ല വെളിച്ചമൊക്കെ വരുന്ന രീതിയിൽ നല്ല ജനാലകളും അതുപോലെ തന്നെ AC ഫിറ്റിങ്ങിനുള്ള പോയിൻറ്റുകളും എല്ലാം നൽകിയിട്ടുണ്ട്. നല്ല ടൈലുകളൊക്കെ ഗുണമേന്മയുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡോറൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഡോറുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയും വ്യത്യസ്തമായ മറ്റൊരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂറോപ്യൻ ക്ലോസറ്റും എല്ലാം തന്നെ അവിടെ വാഷ് ബേസിന് കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള പോയിൻറ്റുകളും എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്ക് ബാക്കിലത്തെ ഡോറും തുറന്ന് കാണാം. ഇവിടെയും റൂഫ് വർക്കൊന്നും ചെയ്തിട്ടില്ല. ആ ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ റൂം കൊടുക്കാം. അതുപോലെയുള്ള സജ്ജീകരണങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് പോകാം. മുൻപ് ബാൽക്കണി വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല മറയെല്ലാം വിരിച്ച് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ആ ഒരു ബാൽക്കണി എന്നുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ വന്ന വഴിയും സൗകര്യങ്ങളും എല്ലാം നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് വീട് കാണുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി നൽകുന്നതാണ്. അതുപോലെ ഇതിൻ്റെ വിലയും വിവരങ്ങളും എല്ലാം കാര്യങ്ങളും എല്ലാം അതിൻ്റെ ക്യാപ്ഷനിലും അതുപോലെ തമ്മിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോയുമായി കാണുവരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ. നാനയപ്പള്ളിയിൽ മർത്തോമ, യാക്കോബ ഇതര സഭകളുടെയും എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ റാന്നി സ്റ്റാൻഡ്, റാന്നിയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും എല്ലാം തന്നെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.